SCERT മുഴുവൻ അരച്ച് കലക്കി പോകുന്ന ഒരാളിന് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് 10ാം ക്ലാസ്സിലെ ടാൻജൻസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നിന്ന് നേരിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ 2ാം ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ 10 എന്നുള്ള രീതിയിൽ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ 20 ചോദ്യങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ആൻസർ കീ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും ആൻസർ നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ തൊട്ട് മുമ്പത്തെ പരീക്ഷ അല്ലെങ്കിൽ ഫേസ് 1 വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മാത്സും മെന്റൽ എബിലിറ്റിയും എളുപ്പമായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു 2-3 ചോദ്യങ്ങൾ നമുക്ക് അധികം പരിചിതമല്ലാത്തതുകൊണ്ട്, വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു 18 മാർക്ക് ഒരുവിധം നന്നായിട്ട് നോക്കി എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്സ് എന്താണ്, ടോപ്പിക് എന്താണെന്ന് തന്നെ ജസ്റ്റ് അറിയുന്ന ആൾക്കാർക്ക് പോലും ഒരു 12 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു. ശരിക്കും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയൊരു വലിയ ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ പരീക്ഷകളിലൊക്കെ കാണുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. LGS ലെവലിലുള്ള ചോദ്യം പോലും വന്നിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ചോദ്യങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ ഉത്തരം നിങ്ങൾക്കറിയാം, അതെങ്ങനെ വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ഇത് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 7 raised to x plus 2 equal to 49 raised to 2x minus 3 എന്നാണ് തന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ തന്നിരിക്കുന്നത് എന്താണ്? 7 raised to x plus 2. 7ന്റെ പവറിൽ ആര് വന്നിട്ടുണ്ട്? x plus 2 വന്നിട്ടുണ്ട്. 7ന്റെ പവറിൽ വന്നിരിക്കുന്നത് x plus 2ഉം അതുപോലെ അതിന് ഈക്വലായി നമുക്ക് തന്നിരിക്കുന്നത് 49ന്റെ പവറാണ് അല്ലെ? 49ന്റെ പവറിൽ ആരാ ഉള്ളത്? 2x മൈനസ് 3 ആണുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഇവിടെ ഒരു 7 വന്നിട്ടുണ്ട്, ഇവിടേക്ക് വന്നപ്പോൾ അത് 49 ആയി. രണ്ട് സൈഡിലും ബേസ് ഒന്ന് സെയിം ആക്കിയാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ബേസ് സെയിം ആക്കുകയെന്ന് വെച്ചാൽ ഇവിടെ 7 ആണുള്ളത്. അപ്പൊ 7നെ നമുക്ക് 49ലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പകരം ഈ 49നെ നമുക്ക് എന്ത് ചെയ്യാം? 7ലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ 7 raised to x plus 2 വേറൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ ഇവിടെ എഴുതിക്കോളൂ. 49 എന്ന് പറയുന്ന സംഖ്യയല്ലേ? 49 എങ്ങനെ എഴുതുക? 7ന്റെ സ്ക്വയർ എന്ന് എഴുതുക അല്ലെ? 7ന്റെ സ്ക്വയറിന്റെ പവറിൽ ആര് വരുന്നുണ്ട്? 2x മൈനസ് 3 വരുന്നുണ്ട്. അപ്പൊ 7ന്റെ സ്ക്വയറിന്റെ പവറിലാണ് ആര് വന്നിരിക്കുന്നത്? 2x മൈനസ് 3 വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 7ന്റെ സ്ക്വയറിന്റെ പവർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പോണൻസിന്റെ റൂൾസ് പഠിക്കുമ്പോൾ പവർ ഓഫ് പവർ റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ പഠിക്കുന്നുണ്ട്. അതായത് a raised to m whole raised to n equal to a raised to m into n എന്ന് പറഞ്ഞിട്ട് പഠിക്കാറില്ലേ? ഇതേ റൂളാണ് നമ്മൾ ഇവിടേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ റൂൾ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ 7 raised to x plus 2 വേറെ ഒന്നും ചെയ്യാനില്ല, അത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഇവിടെ വരുമ്പം 7 അവിടെ കിടന്നോട്ടെ. ഈ 2ഉം ഈ പറയുന്ന 2x മൈനസ് 3യും തമ്മിൽ നമ്മൾ ഗുണിക്കേണ്ടി വരും അല്ലെ? ഈ 2ഉം 2x മൈനസ് 3യും തമ്മിൽ ഗുണിക്കുക. 2 into 2x 2 into 2x ആരാ? അത് 4x ആണ്. മൈനസ് 2 into 3 എത്രയാ? അത് 6 ആണ്. ഇങ്ങനെ എഴുതാമല്ലോ. ഇപ്പൊ രണ്ട് സ്ഥലത്തും ബേസ് സെയിം ആയിട്ടുണ്ട്. 7 raised to x plus 2, 7 raised to 4x മൈനസ് 6 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിന്റെ മൂല്യം കണ്ടെത്തുക അല്ലെ? എക്സ് അല്ലേ നമുക്ക് ആവശ്യം? ആണ്. എക്സിന്റെ മൂല്യം കണ്ടെത്താനായിട്ട് എന്തെഴുതുക? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 4x മൈനസ് 6 എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇവിടെ ഒരു 4x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ശരിയല്ലേ? ഈ ഒരു എക്സിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ 4x മൈനസ് x എന്ന് കിട്ടും അല്ലെ? 4xൽ നിന്ന് x കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 3x എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ? ഇവിടെ ഒരു 6 ഉണ്ട്. ഈ 6 നെഗറ്റീവ് ആണ് അല്ലെ? അതായത് ഇവിടെ കുറച്ചിരിക്കുക, മൈനസ് 6 ആണ്. അത് അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും.
മൈനസ് 6 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും അല്ലെ. അപ്പൊ 2 + 6 എത്ര കിട്ടുന്നുണ്ട്? 8 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 3x എന്ന് പറയുന്നത് നമ്മളിവിടെ ജസ്റ്റ് പവർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. രണ്ടിന്റെയും ബേസ് സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെഴുതിയത്. അപ്പൊ 3x എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 8 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് x എഴുതാൻ പറ്റുമല്ലോ? പറ്റും. എങ്ങനെ എഴുതിയാൽ മതി? ഇവിടെ നിന്ന് x എഴുതുമ്പോ ഇവിടെ ഓൾറെഡി ഒരു 8 ഉണ്ട്. 8ന്റെ താഴെ ഒരു 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എക്സിന്റെ മൂല്യം എന്താണെന്ന് വെച്ചാൽ 8/3 ആണ്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ച മെത്തേഡ് എന്താണ്? ബേസ് സെയിം ആക്കിക്കൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ്. രണ്ടിന്റെയും ബേസ് സെയിം ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിനകത്തേക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. എന്തുപയോഗിച്ചുകൊണ്ട്? കൃത്യങ്ക നിയമം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ മൂല്യം എന്തായിരുന്നു? അങ്ങനെ ബേസ് സെയിം ആക്കിയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയ മൂല്യം ഒരു സൈഡിൽ x+2 ആയിരുന്നു. അടുത്ത സൈഡിൽ നമുക്ക് എന്തായിരുന്നു? 2 × 2 × 2x - 3 ആയിരുന്നു കിട്ടിയത് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? x+2 അതുപോലെ തന്നെ എഴുതി. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടി? 4x എന്ന് കിട്ടി. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പൊ ഈ 4x-ഉം ഈ ഒരു x-ഉം 4x-ൽ നിന്ന് x കുറച്ചാൽ എത്ര കിട്ടും? 3x എന്ന് കിട്ടും. ഇവിടെ ഒരു -6 ഉണ്ടായിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ +6 ആവുന്നു. എത്ര കിട്ടും? 8. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ് എന്ന് ചോദിച്ചാൽ 8/3 എന്ന് എഴുതുക. എന്താണ്? 8/3 8/3 കിട്ടുന്നുണ്ടല്ലോ. ഇത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. അത്യാവശ്യം എക്സ്പോണൻസ് എന്താണെന്ന് അറിയുന്ന ഏതൊരാളിനും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, ദ സം ഓഫ് 2 numbers is 8 and the product is 15. What is the sum of their reciprocals? ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. രണ്ട് സംഖ്യകൾ എയും ബിയും എന്നിരിക്കട്ടെ. ഏതോ രണ്ട് സംഖ്യകൾ നമുക്ക് അറിയുന്ന സംഖ്യകളാണ് എയും ബിയും. അപ്പൊ ഈ എയുടെയും ബിയുടെയും റെസിപ്രോക്കൽസ് അഥവാ വിൽക്രമം എന്ന് പറയുന്ന ആരാ? 1/എയും അതുപോലെ 1/ബി. ഇവരെ തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഛേദമുള്ള ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടാനായിട്ട് ഒന്നുകിൽ LCM കാണുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ 1/എയും 1/ബിയും തമ്മിൽ കൂട്ടാമോ എന്ന് ചോദിച്ചാൽ ആദ്യം എയും ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഗുണിച്ചെഴുതും അല്ലെ. അപ്പൊ AB എന്ന് എഴുതി. ഈ 1ഉം ബിയും തമ്മിൽ ഗുണിക്കും, ഈ 1ഉം എയും തമ്മിൽ ഗുണിച്ചിട്ട് കൂട്ടി എഴുതും. അപ്പൊ ശരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താന്ന് വെച്ചാൽ A+B എന്നല്ലേ. അപ്പൊ ശരിക്കും രണ്ട് സംഖ്യകളുടെ എയും ബിയും എന്നിങ്ങനെ രണ്ട് സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ അല്ലെങ്കിൽ റെസിപ്രോക്കൽസിന്റെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് സംഖ്യകളുടെ തുകയെ ഗുണനഫലം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തുകയെ ഗുണനഫലം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ സം ഓഫ് റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ വിൽക്രമങ്ങളുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? തുകയെ ഗുണനഫലം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ തുക എത്രയാ? സം ഓഫ് 2 numbers 8 ആണ്. ഗുണനഫലം എത്രയാ? 15. ഇത് മലയാളത്തിൽ ചോദ്യം വായിക്കും നിങ്ങൾ ഉൽപ്പന്നം എന്നൊക്കെ കാണാറുണ്ട് അല്ലെ. തുക, ഉൽപ്പന്നം. ഈ ഉൽപ്പന്നം എന്നവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ ശരിക്കും മലയാളീകരിച്ച രൂപമാണ്. ശരിക്കും പറഞ്ഞാൽ ചോദ്യം നിങ്ങൾ ഏതിലേ വായിക്കാവൂ? ഞാൻ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. എന്താണ്? ഇംഗ്ലീഷ് ചോദ്യ പേപ്പർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എപ്പോഴും ഇംഗ്ലീഷ് പാർട്ട് തന്നെ വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ അറിയോ? അതിനകത്ത് ട്രാൻസ്ലേഷൻ വരുമ്പോൾ മലയാളം നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്തായാലും തുക നമുക്കറിയാം. തുക എത്രയാ? 8 ആയിരുന്നു. ഇവിടുത്തെ ഗുണനഫലം എത്രയാ? 15 ആണ്. അതുകൊണ്ട് തന്നെ വിൽക്രമങ്ങളുടെ തുക 8/15. ഇത് അറിയുന്ന ഒരാളിന് ഇത്രയും ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യമില്ല. നമുക്കറിയാം വിൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? സംഖ്യകളുടെ തുക മുകളിൽ എഴുതുക, ഗുണനഫലം താഴെ എഴുതുക. തുക മുകളിൽ എഴുതി, ഗുണനഫലം താഴെ എഴുതി. ഇതാണ് ഞാൻ പറഞ്ഞ LGS നിലവാരത്തിലുള്ള പരീക്ഷ അല്ലെ. LGS നിലവാരത്തിലുള്ള പരീക്ഷ എന്നല്ല, ഈ ഒരു ചോദ്യം എങ്ങനെയാണ്? LGS പരീക്ഷകളിൽ മുൻപ് വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്തൊരു ചോദ്യം, ഇഫ് ദ റേഷ്യോ ഓഫ് 2 positive numbers is 5:6 and the product is 480, then the greatest number is. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? സംഖ്യകൾ, ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ചെറിയ സംഖ്യ 5x എന്ന് എടുക്കുക, വലിയ സംഖ്യ 6x എന്ന് എടുക്കുക. പറ്റുമല്ലോ. ഇനി പറയാണ് ഇവരുടെ പ്രോഡക്റ്റ്, ഗുണനഫലം. അപ്പൊ 5x-ഉം 6x-ഉം തമ്മിൽ ഗുണിക്കുകയാണ്. 5ഉം 6ഉം തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും അല്ലെ. 5 × 6 30. x × x² അപ്പൊ ഇവരുടെ ഗുണനഫലം 5x-ന്റെയും 6x-ന്റെയും ഗുണനഫലം എന്ന് പറയുന്നത് എത്ര കിട്ടിയിരിക്കുന്നത്? 480 എന്ന് കിട്ടി. ഓക്കെ.
ഇവിടെ നിന്ന് എക്സ് സ്ക്വയറിന്റെ മൂല്യം നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാ? 480/30 എന്നങ്ങ് എഴുതിയാൽ മതി. 480/30. അപ്പൊ 480നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ 480നെ നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 16 കിട്ടി. അപ്പൊ എക്സിന്റെ മൂല്യം എന്ത് എന്ന് ചോദിച്ചാൽ 16ന്റെ റൂട്ട് എടുത്തോ. എക്സിന്റെ മൂല്യം എന്താണ്? 16ന്റെ റൂട്ട് എടുത്തെഴുതാം. 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് 4 അല്ലേ? എഴുതി കഴിഞ്ഞു. അപ്പൊ എക്സിന്റെ മൂല്യം നമുക്ക് എന്തെഴുതാൻ പറ്റി? 4 എന്ന് എഴുതാൻ പറ്റി. എക്സ് എത്രയാണ്? 4. ഓക്കെ ആണല്ലോ. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി സംഖ്യകൾ എഴുതാമല്ലോ. ആദ്യത്തെ സംഖ്യ 5x അല്ലേ? അപ്പൊ 5 × 4. ആദ്യത്തെ സംഖ്യ ആരാണ്? 5 × 4 20 എന്ന് എഴുതുക. രണ്ടാമത്തെ സംഖ്യ ആരാണ്? 6 × 4 24 എന്ന് എഴുതുക. കണ്ടോ? ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ചോദിച്ചിരിക്കുകയാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? 24 ആണ്. ഉറപ്പിച്ചോ കേട്ടോ. അപ്പൊ ഇതിനകത്ത് എക്സ് ഇടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലാതെ 5ഉം 6ഉം കൂടെ ഗുണിച്ചിട്ട് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ആൻസർ തെറ്റുന്ന വഴി അറിയൂല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എങ്ങനെയാണ് സംഖ്യകൾ എടുക്കുമ്പോൾ 5x-ഉം 6x-ഉം എന്ന് തന്നെ എടുക്കുക. അപ്പൊ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 30x² എന്ന് കിട്ടുള്ളൂ. ഇതിനെയാണ് നമ്മൾ 480 എന്ന് എഴുതിയത് അല്ലെ? ഇവിടെ നിന്നാണ് x² നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്? 16 ആയിട്ടും എക്സിന്റെ മൂല്യത്തെ 4 ആയിട്ടും എടുക്കുന്നത്. അപ്പൊ സംഖ്യകൾ ആരൊക്കെയെന്ന് വെച്ചാൽ 5 × 4 എടുക്കുക, 6 × 4 എടുക്കുക. നമുക്ക് വലുത് മാത്രം മതി. അതുകൊണ്ട് തന്നെ 6 × 4 എന്ന് എഴുതിയാൽ മതി. ആൻസർ എത്രയാ? 24. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു LDC നിലവാരത്തിൽ നമ്മൾ കാണുന്ന ചോദ്യമാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, ദ സം ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 976. ദെൻ ദ സ്മോളസ്റ്റ് ഓഡ് നമ്പർ എമംഗ് 4 ഈസ്. ഇതുപോലത്തെ ഒരു ചോദ്യം കഴിഞ്ഞ പരീക്ഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അവിടെ എന്തായിരുന്നു? ടോപ്പിലുള്ള നമ്പറും താഴെയുള്ള നമ്പറും അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പറും ലീസ്റ്റ് നമ്പറും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ചോദ്യം. ഇവിടെ അങ്ങനെയല്ല, സം ആണ്, തുക തന്നിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 976 അല്ലേ? അപ്പൊ ഈ 976 എന്ന് പറയുന്ന തുകയെ നമ്മൾ ജസ്റ്റ് 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവറേജ് കിട്ടും. ശരിയല്ലേ? 4 സംഖ്യകളുടെ തുക 976 ആണെങ്കിൽ തുടർച്ചയായ സംഖ്യകളാണ്. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? നമുക്കിവിടെ 2 എഴുതാം അല്ലെ? അപ്പോ 9ൽ എത്ര 4 ഉണ്ട്? 2. പിന്നെ വരുന്നത് 17 ആണ്. 17ൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. പിന്നെ വരുന്ന ആരാണ്? 16 ആണ്. ശരിയല്ലേ? അവിടെ എന്താണ്? അപ്പൊ ശരിക്കും 244 ആണ് ഈ 4 സംഖ്യകളുടെ ആവറേജ്. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആവറേജ് 244 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കാം? മിഡിൽ നമ്പർ ആണ് 244. 244 എന്ന് പറയുന്നത് ആരല്ല? ശരിക്കും ഓഡ് നമ്പർ അല്ല. അപ്പൊ 4 എണ്ണം വരുമ്പോൾ ഒരിക്കലും മിഡിൽ ആര് വരില്ല? ഓഡ് നമ്പർ വരില്ല. അത് ഈവൻ നമ്പറേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? ഈ 244ന്റെ ലെഫ്റ്റിലേക്ക് 2 ഓഡ് നമ്പർ എടുക്കുക, റൈറ്റിലേക്ക് 2 ഓഡ് നമ്പർ എടുക്കുക. അവരായിരിക്കും സംഖ്യകൾ. അപ്പൊ മിഡിൽ നമ്പർ 244, മുകളിലേക്ക് പോകുമ്പോൾ 245 വരും, അതുപോലെ 247 വരും ഓഡ് നമ്പേഴ്സ്. ഇനി താഴേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ 243 വരും, അതുപോലെ 241 വരും. അപ്പൊ 241, 243, 245, 247 ഇവരാണ് ആ 4 സംഖ്യകൾ. ഇവരുടെ ശരാശരി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആവറേജ് എടുക്കുമ്പോഴാണ് മിഡിൽ നമ്പർ വരുന്നത്. പകരം ഇവർ 5 പേരായിരുന്നെങ്കിലോ? എന്നാൽ ഉറപ്പായിട്ടും മിഡിൽ ഏത് തന്നെ വരും? ഓഡ് നമ്പർ തന്നെ വരും. ഇവിടെ 4 പേരാണ്. എണ്ണം ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് മിഡിൽ സംഖ്യ അല്ലെങ്കിൽ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടിയത്? ഈവൻ നമ്പർ ആയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? ഏറ്റവും ചെറിയ നമ്പർ അല്ലേ? ഏറ്റവും ചെറിയ നമ്പർ 241. കണ്ടോ? കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഏറ്റവും വലുതാണ് ചോദിക്കുന്നതെങ്കിൽ 247. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പൊ അടുത്ത ആൻസർ നമ്മൾ ഉറപ്പിക്കുകയാണ് 241. അപ്പൊ അതുപോലെ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. A and B together can complete a work in 12 days. A and C together in 8 days and B and C together in 6 days. Then B alone can done the work in. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? സെറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ? എയും ബിയും ഒരു ഗ്രൂപ്പ്, എയും സിയും അടുത്ത ഗ്രൂപ്പ്, ബിയും സിയും അടുത്ത ഗ്രൂപ്പ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി മാത്രം ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് നോക്കാം അല്ലെ? എയും ബിയും ചേർന്ന് വരുന്ന ഗ്രൂപ്പ്. അപ്പൊ എക്കും ബിക്കും കൂടി ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? എക്കും ബിക്കും കൂടി 12 ദിവസം വേണം അല്ലെ?
അതുപോലെ എക്കും സിക്കും കൂടി ഈ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 8 ദിവസം വേണം. അതുപോലെ ബിക്കും സിക്കും കൂടി ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം വേണം. ഓക്കെ. അപ്പൊ എയും ബിയും 12, എയും സിയും 8, ബിയും സിയും എന്താണ്? 6. ഇത്രയും നമുക്ക് എഴുതി വെക്കാൻ പറ്റുമല്ലോ? പറ്റും. ഇത് ദിവസങ്ങളുടെ എണ്ണമാണ്. നമ്മൾ ഇനി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ LCM എടുക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എഫിഷ്യൻസി വേണം, അല്ലെ? അപ്പൊ 12, 8, 6 എന്നീ സംഖ്യകളുടെ LCM എടുക്കാൻ പോവാണ്. 12, 8, 6 ഈ സംഖ്യകളുടെ LCM നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളില്ലേ? ഉണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും, 4 കിട്ടും, അതുപോലെ 3 കിട്ടും. ഇനി നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും, 2 കിട്ടും, 3. ശരിയല്ലേ? പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 1, 2, 3 എന്നാണ് കിട്ടുന്നത്. ആണോ? അല്ല. അവസാനം ഏതേ വരുള്ളൂ? 1 തന്നെ വരുള്ളൂ, അല്ലെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ 3 കൊണ്ട് ചെയ്യുമ്പോൾ 1, 2 അതുപോലെ എഴുതി, അവസാനം ഏത്? 1. ഇത്രയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഗുണിച്ചെഴുതിയാൽ LCM ആയില്ലേ? ഗുണിക്കാം. അപ്പൊ 2 × 2 4, 4, 3 12, 12 × 2 24. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ചെയ്തു തീർക്കാനുള്ള ടോട്ടൽ ജോലി എന്ന് പറയുന്നത് എത്രയായിട്ട് നമുക്ക് എടുക്കാം? 24 ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? LCM എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ 2, 2, 3, 2 ഇവരെ ഒന്ന് ഗുണിച്ചെഴുതിയാൽ മതി. LCM ആയിട്ടുണ്ട്. അപ്പൊ ആകെ ജോലി എത്രയാണ്? 24 ആണ്. ഇനി നമുക്ക് ഇവരുടെ എഫിഷ്യൻസി എടുക്കാം, അല്ലെ? എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി എത്ര? എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി എത്ര എന്ന് വെച്ചാൽ 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ? 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. ഓക്കെ. അതുപോലെ എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എന്താണ്? എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എന്താന്ന് വെച്ചാൽ 24/8 എത്ര കിട്ടുന്നുണ്ട്? 3 എന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്ര ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ 24നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെ? 24/6 എത്ര കിട്ടി? 4. ഓക്കെ ആണല്ലോ? ഇത് ഇവരുടെ എഫിഷ്യൻസി ആണ്. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി അല്ല. AB ഒരു ഗ്രൂപ്പ്, അവരുടെ എഫിഷ്യൻസി. AC അടുത്ത ഗ്രൂപ്പ്, BC അടുത്ത ഗ്രൂപ്പ്. ശരിയല്ലടാ? അപ്പോൾ ആകെ ഇവർക്ക് എല്ലാവർക്കും കൂടെ എഫിഷ്യൻസി കൂട്ടിയാലേ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2A കിട്ടും, അല്ലെ? അതുപോലെ 2B കിട്ടും, അല്ലെ? 2C കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുകയാണ്, നമ്പർ എല്ലാം കൂടെ കൂട്ടണം. അപ്പൊ എന്ത് കിട്ടും? 2, 3, 4 കൂട്ടുമ്പോ എത്ര കിട്ടുന്നുണ്ട്? 9 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ 2A, 2B, 2C കൂട്ടിയാൽ 9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1Aയും 1Bയും 1Cയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 4.5. 4.5 അല്ലെങ്കിൽ 4/1/2 എന്നാണ് കിട്ടുക, അല്ലെ? A + B + C, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി. ഇത് നമുക്ക് വേണ്ടത് ആരുടെ മാത്രമാണ്? ബിയുടെ മാത്രം എഫിഷ്യൻസി മതി. കാരണം ഈ ഒരു ജോലി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ചെയ്യും, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ബിയുടെ മാത്രം എഫിഷ്യൻസി കണ്ടെത്തുക, അല്ലെ? ബിയുടെ മാത്രം എഫിഷ്യൻസി കണ്ടെത്താനായിട്ട് ആരെ കളയണം? എയും സിയും കളയണ്ടേ? കളയണം. എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 3 അല്ലേ? എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 3 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 4.5 4/1/2 - 3 എന്ന് എഴുതിയാൽ മതി, അല്ലെ? 4.5യെ 3 കൊണ്ട് കുറച്ചാൽ മതി. എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എത്ര, അല്ലെങ്കിൽ ബിക്ക് മാത്രം ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലി എത്ര എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 1.5 ആണ്. ഈ 1.5 എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ 3/2 എന്ന് എഴുതാമല്ലോ? എഴുതാം. അപ്പൊ ഒരു ദിവസം ബി ചെയ്യുന്ന ജോലി എത്ര എന്ന് വെച്ചാൽ 3/2 ആണ്. ഇവിടെ നിന്ന് ബിക്ക് ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നറിയാൻ ആകെ ജോലി നമ്മൾ 24 അല്ലേ എടുത്തിരിക്കുന്നേ? ആണ്. ഈ 24നെ എന്ത് ചെയ്താൽ മതി? 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ? 3/2 ബിയുടെ എഫിഷ്യൻസി ആയ 3/2 അല്ലെങ്കിൽ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിനെ നേരെ തിരിച്ചിട്ട് ഗുണിക്കാമല്ലോ? എങ്ങനെയാ? 3/2ന് പകരം 2/3 എന്നെഴുതുക, അല്ലെ? അപ്പൊ 24നെയും 3നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 8 എന്ന് കിട്ടും. 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 16. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ബിക്ക് മാത്രം ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 16 ദിവസം. ബിക്ക് മാത്രം ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 16 ദിവസം. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ചെയ്യാൻ പറ്റിയല്ലോ?
എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പതിവായിട്ട് വർക്ക് ആൻഡ് ടൈം പഠിക്കുന്ന സമയത്തെല്ലാം പതിവായിട്ട് നമ്മൾ കാണുന്ന ചോദ്യമാണ് അല്ലേ. വേറെ ഒന്നുമില്ല, എക്കും ബിക്കും കൂടെ ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര വേണ്ടി വന്നു? 12 ദിവസം. എക്കും സിക്കും കൂടി 8 ദിവസം, അതുപോലെ ബിക്കും സിക്കും കൂടി 6 ദിവസം. നമ്മൾ ആദ്യം ചെയ്തത് ഈ സംഖ്യകളുടെ LCM എടുത്തെഴുതി. ഇത് എത്രയാ? 24. അപ്പൊ അവിടുത്തെ ആകെ ജോലി 24 ആണെന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 24/12 2 കിട്ടി. അതുപോലെ ബിയും സിയും കൂടെ എടുത്ത് നോക്കിയപ്പോഴോ, ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി നോക്കിയപ്പോൾ 24/6 കിട്ടി. അത് 4 എഴുതി. അതുപോലെ എയുടെയും സിയുടെയും കൂടെ എടുത്ത് നോക്കിയപ്പോഴോ, അത് ദിവസങ്ങളുടെ എണ്ണം 8 ആയതുകൊണ്ട് 24/8 3 കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 എയും 2 ബിയും 2 സിയും കിട്ടുമല്ലോ, കിട്ടും അല്ലേ. അപ്പൊ ഇവരുടെ തുക എന്ന് പറയുന്നത് 9 എന്നാണ് വരിക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 4.5 എന്നെഴുതാം. 4 1/2 കഴിയുമല്ലോ, കഴിയും. ഇവിടെ നിന്ന് എഫിഷ്യൻസി നോക്കുമ്പം നമുക്ക് ആരുടെ മാത്രം മതി? ബിയുടേത് മാത്രം മതി. അപ്പൊ ബിയുടെ മാത്രം കിട്ടാൻ എയും സിയും ഒഴിവാക്കിയാൽ പോരെ. അപ്പൊ എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 3 ആണ്. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എഴുതാൻ 4.5 - 3 എടുത്താൽ മതി. 4.5-ൽ നിന്ന് 3 പോയാൽ ബാക്കി വരുന്നത് 1.5. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആകെ ചെയ്തു തീർക്കാനുള്ള ജോലി 24. 24നെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഏതുകൊണ്ട്? 3/2. അതിന്റെ പകുതി. ഏതിന്റെ പകുതി? 3ന്റെ പകുതി. 3ന്റെ പകുതി എന്ന് പറയുന്ന ആരാ? 1.5 ശരിയല്ലേ. 3/2 എടുത്തു. ഇപ്പൊ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്? 24 × 2/3 എന്ന് എഴുതിയത്. അപ്പൊ 24ഉം 3ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 8 എന്ന് കിട്ടി. 8 × 2 16. എത്ര ദിവസം കൊണ്ട് ബി മാത്രം ഈ ജോലി ചെയ്യും? 16 ദിവസം കൊണ്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ കഥ. ഓക്കെ ആണല്ലോ. അടുത്തൊരു സീരീസ് ആണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ അല്ലെ. ഇവിടെ മെന്റൽ അബിലിറ്റിയിൽ ഒന്നിലധികം ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം എന്നുള്ളത് 2 ചോദ്യമൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. സീരീസ് 2 വന്നിട്ടുണ്ട്. അനലോഗ് 2 ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? 5, 6, 14, 45. ഇത് ശരിക്കും ഒരു ട്രിക്കി ആയിട്ടുള്ള സീരീസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീരീസ് അല്ല. ആക്ച്വലി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 5 എന്ന് പറയുന്ന സംഖ്യ ആദ്യത്തേത് അല്ലെ. ഈ 5നെ നമ്മൾ ഒരു 1 കൊണ്ട് ഗുണിക്കുകയാണ്. 5നെ 1 കൊണ്ട് ഗുണിച്ച ശേഷം 1 കൂട്ടുന്നു. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 6 എന്ന് കിട്ടി അല്ലെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 6 ആണ്. 6നെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിക്കുകയാണ്. എന്നിട്ട് 2 കൂട്ടുകയാണ്. എത്ര കിട്ടും? 14 എന്തായാലും കിട്ടും. ഓക്കെ, പിന്നെ ചെയ്തത് ഈ 14നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയും 3 കൂട്ടുകയും ചെയ്യുന്നു. 14നെ 3 കൊണ്ട് ഗുണിച്ചു, 3 കൂട്ടി. അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട്? 45 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന എത്ര ഉള്ളൂ? ഈ 45നെ ഒരു 4 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 4 കൂട്ടുക. 45നെ 4 കൊണ്ട് ഗുണിച്ചാൽ 180 കിട്ടും. അതിനോട് 4 കൂട്ടിയാൽ 184 കിട്ടും. അങ്ങനെയാണ് അടുത്ത ടേം നമ്മൾ കണ്ടുപിടിച്ചത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. 2 കൊണ്ട് ഗുണിച്ചു, 2 കൂട്ടി. 3 കൊണ്ട് ഗുണിച്ചു, 3 കൂട്ടി. അവസാനം 4 കൊണ്ട് ഗുണിച്ചു. 4 കൂട്ടിയപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? 184 എത്തിച്ചേർന്നു. ഓക്കെ, മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇവിടെ ആൻസർ ഇല്ലാത്ത ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ശരിക്കും ഓപ്ഷനകത്ത് ആൻസർ ഇല്ല. ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടല്ല. ഓക്കെ, if the distance traveled by a car in t seconds is given by, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. 4t² - 3 എന്ന്. 4t² - 3. If the car started at 9 AM, ഈ കാർ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ബിറ്റ്വീൻ 9 AM ആൻഡ് 9 AM എന്ന് വെച്ചാൽ 9 മണി 2 മിനിറ്റിനും 9 മണി 3 മിനിറ്റിനും ഇടയിൽ ഈ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിടികിട്ടിയോ? അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിക്കുകയാണ് 9 മണി 2 മിനിറ്റ്, 9 മണി 3 മിനിറ്റ്. അപ്പൊ അവിടുത്തെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? 1 മിനിറ്റ് അല്ലേ? ആണ്. അപ്പൊ 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് വരുന്നുണ്ട്? 1 മിനിറ്റ് എന്നുള്ളതിൽ എത്ര സെക്കൻഡ് വരുന്നുണ്ട്? 60 സെക്കൻഡ് വരുന്നുണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് ടി എന്ന് പറയുന്ന സെക്കൻഡിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന 4t², ടി സ്ക്വയറിന് പകരം നമ്മൾ എന്തെടുക്കേണ്ടി വരും? 60ന്റെ സ്ക്വയർ എടുക്കേണ്ടി വരും അല്ലെ. പിന്നെ മൈനസ് എന്ത് ചെയ്യുക?
3 അല്ലെ? 4 ഇൻറ്റു 60ന്റെ സ്ക്വയർ എത്രയാ? 6 6 36 2 0 ഇടുക 3600. അതിന്റെ 4 മടങ്ങ് എടുക്കണം വേണ്ടേ? 4 മടങ്ങ് എടുക്കുമ്പോൾ 3600ന്റെ 4 മടങ്ങ്. അപ്പൊ എത്ര കിട്ടും? 14400 എന്ന് കിട്ടും. 14 400ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3 കുറച്ചെടുക്കണം. ഇങ്ങനെയാണ് റിസൾട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 14397 എന്ന് നമുക്ക് ഈ 60 സെക്കൻഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ വേറൊരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ 9:02 AM-നും 9:03 AM-നും ഇടയിൽ എന്നാണ് ചോദ്യം. ബിറ്റ്വീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 60 സെക്കൻഡ് എടുക്കുന്നത് ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കും. ഇതിനിടയിൽ എത്ര സെക്കൻഡേ ഉള്ളൂ? 9:02 തുടങ്ങുന്നുമില്ല, 9:03 അവസാനിക്കുന്നുമില്ല. ഇതിനിടയിലാ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ സമയമായിട്ട് നമ്മൾ എത്ര എടുത്താൽ മതി? ശരിക്കും 59 സെക്കൻഡ് എടുത്ത് ചെയ്താൽ മതിയാവും. ആക്ച്വലി ഇവിടുത്തെ റിസൾട്ട് വരേണ്ടത് 59 സെക്കൻഡിലാണ്. ഇവിടെ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ശരിക്കും അവിടുത്തെ ഓപ്ഷൻ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം 59ലും ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വെക്കുകയാണ്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നിലവിൽ നമുക്ക് ഓപ്ഷനിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല, അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നുമില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. പി ക്യു ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ ഒ. ഒരു സർക്കിളിന്റെ സെന്റർ ഒ ആണ്, കേന്ദ്രം ഒ ആണ്. ഡ്രോ എ ടാൻജന്റ് ഓക്കെ അറ്റ് പി. അപ്പൊ ഇവിടെ നമ്മൾ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. ആ ലൈനിന്റെ പ്രത്യേകത എന്താണ്? അത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? വ്യാസം. പിയിലൂടെ നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ടാൻജന്റ് എന്ന് വെച്ചാൽ തൊടുവര, സ്പർശരേഖ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാർക്ക് എ പോയിന്റ് ആർ ഓൺ ദ സർക്കിൾ. സർക്കിളിൽ തന്നെ നമ്മൾ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊഡ്യൂസ് ക്യു ആർ. ക്യൂവിൽ നിന്ന് ആർ വഴി ഒരു ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് അത് എവിടെ മീറ്റ് ചെയ്യിക്കണം? ടാൻജന്റിൽ മീറ്റ് ചെയ്യിക്കണം. ഏത് പോയിന്റിൽ? എസ് എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യിക്കണം. എന്നിട്ട് നമ്മളോട് പറയാണ് ആംഗിൾ പി എസ് ക്യു എന്ന് പറയുന്നത് 48 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ക്യു ആർ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ പതിവായിട്ട് നമ്മൾ ചെയ്യുന്നതൊന്നും അല്ല. അങ്ങനെ സ്ഥിരമായി നമുക്ക് പരീക്ഷകളിൽ കാണുന്നതും അല്ല. SCRT മുഴുവൻ അരച്ച് കലക്കി പോകുന്ന ഒരാളിന് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് 10ാം ക്ലാസ്സിലെ ടാൻജൻസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നിന്ന് നേരിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം അറിയണമെങ്കിൽ SCRT പൂർണ്ണമായും ചെയ്തിട്ട് പോകുന്ന ഒരാളിന് മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കാണും. അത്യാവശ്യം വരച്ചു നോക്കിയ ഒരാളിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും അതെന്താണ് കഥയെന്ന് പറയുകയാണ്. ഇതാണ് അതിന്റെ ഇമേജ്. ആദ്യത്തെ ഇമേജ് നമ്മുടെ സർക്കിളാണ്. ഉണ്ടോ? ഈ സർക്കിളിന്റെ സെന്റർ എത്രയാണ് വന്നിരിക്കുന്നത്? O എന്നെടുക്കുകയാണ്. ഓക്കെ, ഈ സർക്കിളിൽ നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുന്നതിന് മുമ്പ് അതിനകത്ത് എന്ത് വരയ്ക്കണം? ഒരു ഡയമീറ്റർ വരയ്ക്കണം. അപ്പൊ ആ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ? സെന്ററിൽ കൂടി കടന്നു പോകുന്ന, ഓയിലൂടെ കടന്നു പോകുന്ന എന്താണ്? കോഡിനെയാണ്, ഞാണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പി ക്യു എന്ന് പറയുന്ന ഡയമീറ്റർ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യാം. പി ക്യു. ഓക്കെ ആണല്ലോ? ഇനി പി എന്ന ബിന്ദുവിലൂടെ നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ടാൻജന്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്പർശരേഖ, തൊടുവര എന്നൊക്കെ പറയും. അപ്പൊ ടാൻജന്റ് എന്താന്ന് വെച്ചാൽ ഒരു സർക്കിളിന്റെ ഒരൊറ്റ പോയിന്റിൽ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ലൈനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കുക. ആ ഒരൊറ്റ പോയിന്റിൽ മാത്രം. ഇവിടെ പിയിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പോയിന്റിലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല. മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ടാൻജന്റ് നമ്മുടെ സർക്കിളിന്റെ ഒരു റേഡിയസിന്റെ എൻഡിലൂടെയാണ് ടച്ച് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കുക. സർക്കിളിന്റെ റേഡിയസിന്റെ എൻഡിലൂടെ ടച്ച് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ടാൻജന്റ് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കുകയോ ചെയ്താൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന കോൺ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ പി ക്യു നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു പുതിയ പോയിന്റ് ഇതിനകത്തേക്ക് മാർക്ക് ചെയ്യാൻ പോവാണ്. ആ പോയിന്റ് ഏതാണെന്നറിയോ? സർക്കിളിൽ തന്നെയുള്ള ആർ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ ക്യൂവിൽ നിന്ന് ആറിലൂടെ ഒരു ലൈൻ എവിടേക്ക് വരച്ചു ചേർക്കുകയാണ്? നമ്മുടെ ടാൻജന്റിലേക്ക് വരച്ചു ചേർക്കുകയാണ്. എവിടെ നിന്ന്? ക്യൂവിൽ നിന്ന് ആർ എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ എവിടേക്ക് വരച്ചു ചേർക്കുകയാണ്? ടാൻജന്റിലേക്ക് വരച്ചു ചേർക്കുകയാണ്. ഈ ടാൻജന്റിൽ എസ് എന്ന് പറയുന്ന പോയിന്റിൽ ആര് ചെന്ന് ടച്ച് ചെയ്തു? നമ്മൾ ഈ പുതുതായിട്ട് വരച്ച ലൈൻ ടച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ ഉണ്ട്? പി ഉണ്ട്, അതുപോലെ ക്യൂ ഉണ്ട്, പി ക്യൂ ഉണ്ട്, അതുപോലെ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ ഓയും ഉണ്ട്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇവിടെ നമുക്ക് ഒരു ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. ഏതാ ആംഗിൾ തന്നിട്ടുള്ള ആംഗിൾ ഏതാ? ഇതൊരു ട്രയാംഗിൾ ആണ്. ഇതിൽ PSQ എന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ PSQ എന്ന് പറയുന്ന ആംഗിൾ ശരിക്കും ഇതാ അല്ലെ? ഇത് എത്ര ഡിഗ്രിയാ? 48 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ റൂൾ അനുസരിച്ച് ഇതാ കണ്ടോ, ഈ Pയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ PQS എന്ന് പറയുന്ന ആ ഒരു ട്രയാംഗിൾ ഇല്ലേ, നമ്മളിപ്പോൾ വരച്ച് ചേർത്ത ആ ട്രയാംഗിൾ ഇല്ലേ, അത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയിരിക്കും. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയും മറ്റേ ആംഗിൾ 48 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ട്രയാംഗിളിലെ എല്ലാ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടത്തുള്ളൂ. ഇതിൽ ഒരു ആംഗിൾ തന്നെ 90 ആയിട്ടുണ്ട്. അപ്പൊ മറ്റ് രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 90 ഡിഗ്രിയേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 90യിൽ നിന്ന് 90ൽ നിന്ന് ഈ പറഞ്ഞ 48നെ മൈനസ് ചെയ്യുക അല്ലെ? 90ൽ നിന്ന് 48നെ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെഴുതുന്നു? 42 ഡിഗ്രി എന്ന് എഴുതുന്നു. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ PQS എന്ന് പറയുന്ന കോണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് കോണാണ്? PQS എന്ന് പറയുന്ന കോണാണോ? PSQ തന്നിട്ടുണ്ട്. PQS എന്ന് പറയുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 42 ഡിഗ്രിയാണ്. ഈ PQSനെ തന്നെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം. ഇവിടെ R എന്നുള്ളൊരു പോയിന്റ് ഉള്ളതുകൊണ്ട് PQR എന്ന് വിളിക്കാം. അതിന്റെ അളവ് എത്ര ഡിഗ്രി തന്നെയാണ്? 42 ഡിഗ്രി തന്നെയാണ്. കേട്ടോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 42 ഡിഗ്രിയാണ്. തെറ്റരുത്. ഇമേജ് വരച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെന്താണ്? ടാൻജന്റിന്റെ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഒരു ടാൻജന്റും അതിൽ ടച്ച് ചെയ്തിട്ടുള്ള റേഡിയസും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ എപ്പോഴും 90 ഡിഗ്രിയെ കിട്ടത്തുള്ളൂ. ആ 90 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രയാംഗിളിന്റെ ആംഗിൾ കണ്ടെത്തിയത്. ആ 90 ഡിഗ്രി ആണെന്ന് അറിയാത്ത ഒരാളിന് ഒരിക്കലും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഇമേജ് വരച്ചിട്ടേ ചെയ്യാവൂ. ഈ ഇമേജ് കൃത്യമായി ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നീട് നമുക്ക് ആവശ്യം വരും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഡിസിപ്ലിൻ ഈസ് റിട്ടൺ CHRBHOKHMD. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന വേർഡിന്റെ കോഡ് എന്താണ്? ഭയങ്കര സിമ്പിൾ കോഡിങ് ആയിപ്പോയി അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഡിസിപ്ലിന്റെ കോഡ് എടുത്തിരിക്കുന്ന എല്ലാം ഒരു ലെറ്റർ പുറകിലോട്ടാണ്. ഡിയിൽ നിന്ന് ഒന്ന് കുറച്ചു സിയിലെത്തി, ഐയിൽ നിന്ന് ഒന്ന് കുറച്ചു എച്ചിലെത്തി, എസിൽ നിന്ന് ഒന്ന് കുറച്ചു ആറിലെത്തി, അങ്ങനെ ഇയിൽ നിന്ന് ഒന്ന് കുറച്ചു ഡി വരെ കറക്റ്റ് ആയിട്ട് ഒരു ലെറ്റർ കുറച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷന്റെ കോഡ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇയുടെ കോഡായിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ഡി എഴുതുക അല്ലെ? ഇനി ഡിയുടെ തൊട്ട് മുമ്പുള്ള സി എഴുതുക. അത് കഴിഞ്ഞ് യുവിന് തൊട്ട് മുമ്പുള്ള ആരാ? യു എന്ന് എഴുതുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിക്കുന്നത്? ടി ആണ്. അത് കഴിഞ്ഞ് സിക്ക് തൊട്ട് മുമ്പ് ആര് വരുന്നുണ്ട്? ബി വരുന്നുണ്ട്. എക്ക് തൊട്ട് മുമ്പുള്ളത് എന്തായാലും ഇസഡ് ആണ്, നമുക്കറിയാലോ. പിന്നെ വരുന്നത് ടി ആണ്. ടിക്ക് തൊട്ട് മുമ്പ് ആരാ വരുന്നത്? എസ് ആണ് വരുന്നത്. പിന്നെ ഐക്ക് തൊട്ട് മുമ്പ് ആരാ വരുന്നത്? എച്ച് ആണ് വരുന്നത്. ഒ എന്ന ലെറ്ററിന് തൊട്ട് മുമ്പ് ആര് വരും? എൻ വരും. എന്നിന് തൊട്ട് മുമ്പ് ആര് വരുന്നുണ്ട്? എം വരും. കണ്ടോ? ഇങ്ങനെയാണ് ഇതിന്റെ കോഡ് വരുന്നത്. DCTB ഉണ്ടോ? എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ രണ്ട് സ്ഥലത്ത് DCTB ഉണ്ട്. അത് കഴിഞ്ഞ് ZSHNM സിയിൽ മാത്രമേ ഉള്ളൂ അല്ലെ? ഡിയിൽ ZH ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു? ഡി ഒഴിവാക്കി. ഭയങ്കര സിമ്പിൾ കോഡിംഗ് ആയിരുന്നു, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ലെറ്റർ പുറകിലോട്ട് എഴുതുന്ന ഏതൊരാളിനും ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം. ആബേൽ ഹാസ് എ ബ്രദർ ടോം. ആബേലും ടോമും കേട്ടോ. അപ്പോ അവര് എന്താണ്? സഹോദരങ്ങളാണ്. ആബേലിന് എന്തുണ്ട്? ടോം എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ട്. ആബേൽ ഈസ് ദ സൺ ഓഫ് ഡെന്നിസ് എന്നാണ് അല്ലെ? ഡെന്നിസിന്റെ മകനാണ് ആര്? ആബേൽ. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ആബേലും ടോമും ആരാണ്? സഹോദരങ്ങളാണ്. ആബേലും ടോമും ആരാണ്? സഹോദരന്മാരാണ് അല്ലെ? ഇവർ രണ്ടുപേരും ആരാണ്? മെയിൽ ക്യാരക്ടേഴ്സ് ആണ്, സഹോദരന്മാരാണ് അല്ലെ? ഇനി ആബേലിന്റെ പിതാവ് ആരാണ്? അച്ഛൻ ആരാണ്? ഡെന്നിസ് ആണ്. അപ്പൊ പേര് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് മെയിലും ഫീമെയിലും പെട്ടെന്ന് കിട്ടും അല്ലെ? യെസ്. അപ്പൊ ആബേലിന്റെ പിതാവ് ആരാണ്? ഡെന്നിസ് ആണ്. ഓക്കെ, അപ്പൊ അതും ആരാണ്? മെയിൽ ക്യാരക്ടർ ആണ് അല്ലെ? ഇപ്പൊ പറഞ്ഞ മൂന്ന് പേരും മെയിൽ ക്യാരക്ടർ ആണ്. ഇനി പറയാണ് ഡാനി ഈസ് ഡെന്നീസ് ഫാദർ അല്ലെ? ഡെന്നീസിന് എന്തുണ്ട്? അച്ഛൻ ആരാണ്? ഡാനിയാണ് അല്ലെ? ഡാനി എന്ന് പറയുന്ന ആരാണ്? ഡെന്നീസിന്റെ ഫാദർ ആണ്. അപ്പൊ അതും മെയിലാ. ഓക്കെ, ഇനി പറയാണ് ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെ, ബന്ധം അനുസരിച്ച് വാട്ട് ഈസ് ടോം ഓഫ് ഡാനി? ടോം ഓഫ് ഡാനി എന്ന് വെച്ചാൽ ടോം ഡാനിയുടെ ആരാണ്? ഡാനിയുടെ
മകന്റെ മകനാണ് ടോം. ഡാനിയുടെ മകന്റെ മകനാണ് ടോം. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ടോം ഓഫ് ഡാനി എന്ന് ചോദിച്ചാൽ ടോം ആരാണ് ഡാനിയുടെ എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. വാട്ട് ഈസ് ഡാനി ഓഫ് ടോം എന്ന് ചോദിച്ചാൽ ടോമിന്റെ ആരാണ് ഡാനി എന്നാണ് ചോദ്യമെങ്കിൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. ഓക്കെ. വാട്ട് ഈസ് ടോം ഓഫ് ഡാനി എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് സൺ ആണ്. എന്നാൽ വാട്ട് ഈസ് ഡാനി ഓഫ് ടോം എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് ഫാദർ. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ അത് ഉറപ്പിക്കുന്നു. ആൻസർ ഏതായിരുന്നു? ഗ്രാൻഡ് സൺ ആയിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അറ്റ് വാട്ട് ആംഗിൾ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻക്ലൈൻഡ് അറ്റ് 50 minutes past 4 എന്ന് വെച്ചാൽ എന്താ? 4 മണി 50 മിനിറ്റ് ആകുമ്പോ ഒരു ക്ലോക്കിലെ സൂചികൾ, ഏതൊക്കെ സൂചികൾ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഇത് നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. നമ്മളിപ്പോൾ എന്താണ്? മണിക്കൂർ മിനിറ്റ് എഴുതി തന്നെ ചെയ്യാണേ. 4 മണിക്കൂർ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് 4 എന്ന സംഖ്യയിലാണ്. എന്നാൽ 50 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 10 ആണല്ലോ. ഇത് നമുക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 4ന്റെയും 10ന്റെയും വ്യത്യാസം എടുക്കുക. 4ന്റെയും 10ന്റെ വ്യത്യാസം എത്രയാ? 6. ഈ 6നെ ജസ്റ്റ് 30 കൊണ്ട് ഗുണിക്കുക. 6 × 30 എത്രയാ? 180. അത് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു മിനിറ്റ് ഇല്ലേ? 50. 50ന്റെ നേരെ പകുതി എടുക്കാം. 50ന്റെ നേരെ പകുതി എത്രയാ? 25. ഇതിന്റെ താഴെ എഴുതുക. ഇനി നിങ്ങൾ കമ്പയർ ചെയ്യുക. ഇതിൽ ആദ്യത്തെ സംഖ്യ ഈ 4ഉം 10ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ആദ്യത്തെ സംഖ്യ ചെറുതോ വലുതോ? ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ ഇവരെ കൂട്ടി എഴുതേണ്ടി വരും. ആദ്യത്തെ സംഖ്യ ചെറുതാണെങ്കിൽ ഇവരെ കുറച്ച് എഴുതേണ്ടി വരും. ഇവിടെ ആദ്യത്തെ സംഖ്യ എന്താണ്? ചെറുതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചാൽ മതി. അപ്പൊ 180ൽ നിന്ന് 25 കുറച്ചാൽ എന്ത് കിട്ടും? 155 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോണളവ് എത്രയാണ്? 155 ആണ്. ഇനി നിങ്ങൾ ഫോർമുലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുക. 30h 30h മൈനസ് 11/2m എന്തെടുത്താൽ മതി? മോഡുലസ് വാല്യൂ എടുത്താൽ മതി അല്ലെ? മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന 4 കൊണ്ടാണ്. അപ്പൊ 30 × 4 എത്ര കിട്ടുന്നു? 120 മൈനസ് 11/2 ഇൻറ്റു ഇവിടെ എത്ര മിനിറ്റ് വന്നിട്ടുണ്ട്? 50 വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 2നെയും ഈ 50നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? ഉറപ്പായിട്ടും 25 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ വ്യത്യാസം നമുക്ക് എടുക്കണം അല്ലേ? ഏതൊക്കെ തമ്മിലുള്ള? 120ഉം അതുപോലെ എന്താണ്? 11 × 25. 11 × 25 എത്രയാ? 275. കണ്ടോ? അപ്പൊ ഇവരുടെ വ്യത്യാസം എടുത്തെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? -155 എന്നാണ്. -155. 155ന് മൈനസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മോഡുലസ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ചിഹ്നം ഇല്ലാതെ തന്നെ എഴുതുക. അത് എത്രയാ? 155 ഡിഗ്രി എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് ഇവിടുത്തെ കോണളവ്. തെറ്റല്ലേ? യെസ്. അടുത്ത ചോദ്യം. ഇതൊരു അനലോഗി ചോദ്യമാണ്. അംശബന്ധത്തിന്റെ ഒരു ലുക്ക് ഒക്കെ ഉണ്ടെങ്കിലും ശരിക്കും ഇതൊരു അനലോഗി ചോദ്യമാണ്. 2:11 അല്ലെങ്കിൽ 2 11നോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതേ ബന്ധത്തിൽ 3നോട് ബന്ധമുള്ള സംഖ്യ ഏത് എന്നാണ്. ശരിക്കും ആദ്യം നമുക്ക് 2നും 11നുമുള്ള ബന്ധം എന്ത് നോക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2 × 5 എടുക്കാം അല്ലെ? 2 × 5 എത്രയാ? 10. 10നോട് 1 കൂട്ടിയാ 11. അതുപോലെ നമുക്ക് 3നൊരു ബന്ധം എടുക്കാനുണ്ടോ എന്ന് നോക്കാം. 3 × 5 എത്രയാ? 15. 15നോട് 1 കൂട്ടിയാ 16. അത് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഓപ്ഷനിലില്ല അല്ലെ? അപ്പൊ അടുത്ത എന്താ സംഭവം? മറ്റൊരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ 2ന്റെ ക്യൂബ് എടുക്കുക. 2ന്റെ ക്യൂബ് ആരാ? 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8നോട് നമുക്ക് 3 കൂട്ടിയാൽ 8നോട് 3 കൂട്ടിയാൽ 11 കിട്ടുമല്ലോ. അപ്പൊ 2ന്റെ ക്യൂബിനോട് 3 കൂട്ടിയിരിക്കുകയാണ്. 2ന്റെ ക്യൂബിനോട് 3 കൂട്ടിയപ്പോ എത്ര കിട്ടി? 11 കിട്ടി. ആ ഒരു ക്രമത്തിലാണെങ്കിൽ നമുക്കിവിടെ 3ന്റെ ക്യൂബിനോട് എത്ര കൂട്ടിയാൽ മതി? 3 കൂട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ 3ന്റെ ക്യൂബിനോട് 4 കൂട്ടുന്ന തരത്തിലും ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ 2ന്റെ ക്യൂബ് എടുത്തപ്പോൾ അതിനോട് 3 കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ 3ന്റെ ക്യൂബിനോട് 4 എന്ന ക്രമവും നമുക്ക് ഫോളോ ചെയ്യാം. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ചോദ്യം വന്നപ്പോൾ 3ന്റെ ക്യൂബ് പ്ലസ് 4 എന്ന രീതിയാണ് PSC പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ആൻസർ 31 എന്ന് എടുക്കേണ്ടതായിട്ട് വരും. ഇതിനിപ്പോ നമുക്ക് ആൻസർ കീ വന്നിട്ടേ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഇതിന് 30 എന്ന് പറയുന്ന ഒരു ആൻസറിന് സാധ്യത ഇല്ലേ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ 31നാണ് ഞാൻ സാധ്യത കൂടുതലായിട്ട് കൽപ്പിക്കുന്നത്. എന്നാൽ 30 എന്ന് പറയുന്ന ആളും കൂടി ഇതിനകത്ത് മത്സരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, തൽക്കാലം നമ്മൾ ഇവിടെ ആരെ ഫില്ല് ചെയ്യുന്നു? 31നെ ഫില്ല് ചെയ്യുന്നു. കിട്ടിയോ?
അപ്പോൾ എന്തായാലും അങ്ങനെ വരാനാണ് സാധ്യത. 2ന്റെ ക്യൂബിനോട് 3 കൂട്ടിയ പോലെ 3ന്റെ ക്യൂബിനോട് 4, 4ന്റെ ക്യൂബിനോട് 5, 6ന്റെ ക്യൂബിനോട് 7 അങ്ങനെ എടുക്കാനാണ് സാധ്യത കേട്ടോ. ഒരു നമ്പറിന്റെ ക്യൂബും അതിന്റെ തൊട്ടടുത്ത നമ്പറും തമ്മിലുള്ള തുകയാണ് വരാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് 33 ആണെന്ന് ഞാൻ 31 ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി മുകളിൽ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ വരികയാണ്. 2 ക്യൂബ് പ്ലസ് 3 എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് 3 ക്യൂബ് പ്ലസ് 3 എന്നെടുത്താൽ 30 വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ എവിടെ ഉറയ്ക്കുന്നു? 31ൽ ഉറയ്ക്കുന്നു. ബാക്കി ആൻസർ കീ വന്ന ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഇഫ് the 6th day of a month is 2 days earlier than Thursday. വ്യാഴാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പുള്ള ദിവസമാണ് ആര്? 6-ാം തീയതി. ഒരു മാസത്തിലെ 6-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പുള്ള ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡേ വിൽ ഇറ്റ് ബി ഓൺ 18th day of the month? അങ്ങനെയാണെങ്കിൽ ആ മാസത്തിലെ 18ാമത്തെ ദിവസം ഏത് ദിവസം എന്നാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ സൗകര്യം 6-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയിൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 6നോട് 2 കൂട്ടിയാലേ 8ാം തീയതി എന്ന് പറയുന്നത് എന്തായാലും വ്യാഴമായിരിക്കുമല്ലോ. അതിൽ സംശയമില്ലല്ലോ. ഇല്ല. അപ്പൊ 8ാം തീയതി വ്യാഴമാണെങ്കിൽ 8നോട് ഒരു 7 കൂട്ടിയാൽ അല്ലെങ്കിൽ 8ന്റെ തൊട്ടടുത്ത വ്യാഴം എന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ അത് 15ാം തീയതിയാണ് അല്ലെ. ഒരാഴ്ച കൂട്ടുമ്പോൾ 8നോട് 7 കൂട്ടുമ്പോൾ 15, 15ാം തീയതി എന്തായാലും വ്യാഴമായിരിക്കും അല്ലെ. അവിടെ നിന്ന് നമുക്ക് 18 എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. വ്യാഴാഴ്ച 15, അപ്പൊ 16 വെള്ളി, 17 ശനി, 18 ഞായർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഞായറിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഞായർ എഴുതിയത്. ഓക്കെ. ഇനി നിങ്ങൾ 6ലേക്ക് മടങ്ങി പോയിട്ടാണെങ്കിലും കുഴപ്പമില്ല. 6ലേക്ക് മടങ്ങി പോകാനാണെങ്കിൽ 6-ാം തീയതി എന്ന് പറയുന്നത് 2 ദിവസം മുന്നേ അല്ലേ വ്യാഴാഴ്ചയുടെ. അപ്പൊ അതിനെ നമ്മൾ ചൊവ്വ എന്നെടുക്കേണ്ടി വരും അല്ലെ. 6-ാം തീയതി ചൊവ്വയാണെങ്കിൽ 6ഉം 7ഉം 6 7 എത്രയാ? 13. 13ാം തീയതി എന്തായാലും ചൊവ്വയായിരിക്കും അല്ലെ. 13 ചൊവ്വ. 13 ചൊവ്വയാണെങ്കിൽ എന്തായാലും 20ാം തീയതിയും എന്ത് തന്നെയായിരിക്കും? ചൊവ്വ തന്നെയായിരിക്കും. 7 വീതം കൂട്ടിയാലേ. അപ്പൊ 20 ചൊവ്വയാണെങ്കിൽ 19 തിങ്കൾ അല്ലെ. 18 ഞായർ. അങ്ങനെ എടുക്കാം. അപ്പൊ 18th എന്ന് പറയുന്നത് ഇവിടെ എന്തായാലും ആരാണ്? സൺഡേ തന്നെയാണ്. സംശയിക്കേണ്ട, ഉറപ്പിക്കാം കേട്ടോ. സൺഡേ. മറ്റൊരു ചോദ്യം. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ അധികം നമ്മുടെ പരീക്ഷകളിൽ കാണാറില്ല. പണ്ടെപ്പോഴൊക്കെയോ ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്നാൽ നമ്മൾ അധികം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുമില്ല. എന്നാൽ നമ്മുടെ ഇപ്പൊ ഈ IRB പരീക്ഷയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കുറെ ഇമേജസ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ PSCയുടേതായിട്ട് കണ്ടു. അങ്ങനെ നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ ഒന്ന് പരിചയമുണ്ട്. അതുകൊണ്ട് അധികം സമയം എടുത്തിട്ടുണ്ടാവും. എന്നാലും മിക്കവാറും ആളുകൾ ഇതിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഇമേജിനകത്തുനിന്ന് ആകെ ത്രികോണങ്ങളുടെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇങ്ങനെ തന്നെ ത്രികോണം ഇട്ടുകൊണ്ട് എണ്ണിയാൽ നമ്മൾ പല ത്രികോണങ്ങളെയും മിസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ത്രികോണങ്ങളുടെ അടുത്തോട്ട് പോലും എത്താൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യത്തെ എങ്ങനെ ചെയ്യുമെന്നറിയോ? ഈ ത്രികോണത്തിന്റെ ഇതിനകത്ത് ഒരു വലിയ ത്രികോണം ഉണ്ടല്ലോ. അവിടെ നിന്ന് ഈ ത്രികോണത്തിനെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ എണ്ണം നോക്കുന്നത്. എങ്ങനെ നോക്കിക്കോ. ആദ്യം നമ്മുടെ കയ്യിൽ ഈ ഫസ്റ്റ് ഫിഗർ നോക്കിയേ. ഒരു ത്രികോണമുണ്ട്. അപ്പൊ അതൊരു ത്രികോണമാണല്ലോ. അപ്പൊ അതിനകത്ത് എത്ര ത്രികോണമുണ്ട്? ഒന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ത്രികോണത്തിനെ നമ്മൾ പിന്നെയും 2ആയിട്ട് മുറിച്ചു. അപ്പൊ അവിടെ ഒരു ത്രികോണം പിന്നെയും കിട്ടി, പിന്നെയും ഒരെണ്ണം. അപ്പൊ എത്രയായി? ആദ്യത്തെ വലിയ ത്രികോണം, ഇപ്പൊ 2 എണ്ണം. അങ്ങനെ ഇപ്പൊ എത്രയിലെത്തി? 3 ത്രികോണങ്ങളിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ അതിലൊരു ചെറിയ വര ഇട്ടു. ഒരു കുഞ്ഞു വര അതിന്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഇട്ടു. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ ആ വര ഇട്ടപ്പോഴേ ആ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ആ ത്രികോണം പിന്നെ 2ആയിട്ട് മുറിഞ്ഞില്ലേ? മുറിഞ്ഞു. അപ്പൊ അതൊരു ത്രികോണം ആണോ? അത് 2 ത്രികോണങ്ങളാണ്. 2 പുതിയ ത്രികോണങ്ങളാണ്. അപ്പൊ 2 പേർ എക്സ്ട്രാ വന്നല്ലോ. അപ്പൊ അവരെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ 3 പേരെ നമ്മൾ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 പേരെ കൂടെ ചേർത്തിട്ട് 5 എന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോവാണ്. റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ഒരു കുഞ്ഞു വരയും കൂടി നമ്മൾ ഇട്ടു. അപ്പൊ പുതുതായിട്ട് നമുക്ക് 2 ത്രികോണങ്ങൾ കൂടി കിട്ടി അല്ലെ. അപ്പൊ ആ 2 ത്രികോണങ്ങളുടെ കൂടെ ചേർത്തിട്ട് നമ്മൾ 7 എന്നെഴുതി. എന്നാൽ ഇവിടെ ഈ 2 വരകൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ഇമേജിലിട്ട ഒരു വരയും അല്ലെ ഇപ്പോഴത്തെ ഇമേജിലിട്ട ഒരു വരയും കൂടെ ചേർത്തിട്ടേ ഒരു പുതിയ ത്രികോണം ഫോം ചെയ്തത് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടോ? ഇതൊരു വലിയ ത്രികോണം അല്ലേ? കണ്ടോ? 2 ചെറിയ ത്രികോണങ്ങൾ ചേർന്നിട്ട്. അപ്പൊ അത് പുതുതായിട്ട് ഉണ്ടായ ത്രികോണമാണ്. അപ്പൊ അതിനെയും കൂടെ ചേർത്ത് വായിച്ചോ. അപ്പൊ ഈ ഒരു ഇമേജിൽ എത്തിയപ്പോൾ നമ്മൾ എത്ര ത്രികോണങ്ങളിലെത്തി? 8 ത്രികോണങ്ങളിലെത്തി. ഓക്കെ ആണല്ലോ.
8 ത്രികോണങ്ങളിൽ നിന്ന് അടുത്ത ഇമേജിൽ ചെന്നപ്പോൾ നമ്മളൊരു ചെറിയ കുഞ്ഞു വര കൂടി ഇവിടെ ഇട്ടാണ്ടോ ഇട്ടു. അപ്പൊ ആ ഒരു വര ഇട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നോർമലി അവിടെ ഉണ്ടായിരുന്ന ത്രികോണം രണ്ടായിട്ട് കട്ടായല്ലോ ആയി. അപ്പൊ അവിടെ എങ്ങനെയാ 2 കുഞ്ഞു ത്രികോണങ്ങൾ കൂടി കിട്ടി. അപ്പൊ ഈ 8 എന്നുള്ളത് എത്രയായി ഇപ്പൊ 10 ആയിട്ട് മാറി. ഈ വര എക്സ്റ്റെൻഡ് ആയപ്പോ, അതായത് നമ്മൾ ഇവിടെ ആദ്യം വരച്ച കുഞ്ഞു വരയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഒരു വലിയ വരയാക്കിയത്. അവിടെ അങ്ങനെ ഒരു വര വന്നപ്പോ ഇതിനകത്ത് തന്നെ ആ ഇമേജിനകത്ത് തന്നെ പുതുതായിട്ട് 2 ത്രികോണങ്ങൾ പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ഏതൊക്കെയാണെന്നറിയോ? ഒരെണ്ണം ഇതാ ഈ ഒരു വലിയ ത്രികോണം പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് അല്ലെ? ആ ഒരു വര എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് മാത്രം പ്രത്യക്ഷപ്പെട്ടതാ. അപ്പൊ അതൊരെണ്ണം ആയില്ലേ? അതിന്റെ തൊട്ട് താഴെ നോക്കുമ്പോൾ പിന്നെ ഒരു ത്രികോണം അതുപോലെ പ്രത്യക്ഷപ്പെട്ടത് കണ്ടോ? അത് പുതിയ ത്രികോണം. അപ്പൊ അതൊരെണ്ണം കൂടെ ആയില്ലേ? അങ്ങനെ മൊത്തം 10ഉം 2ഉം അങ്ങനെ 12 ത്രികോണങ്ങളാണ് ആ ഒരൊറ്റ ഇമേജിലുള്ളത്. മനസ്സിലായോ? ആ ഇമേജ് മാത്രമായിട്ട് നേരിട്ട് എടുത്ത് നമ്മൾ എണ്ണാൻ നിന്നാൽ പല ത്രികോണങ്ങളും ഇതിനകത്തുനിന്ന് മിസ്സായി പോകും. പകരം ഇതുപോലെ വരച്ച് ചെയ്യാം. ഏറ്റവും വലിയ ത്രികോണം ആദ്യം വരയ്ക്കുക. അതിനകത്തുള്ള ഓരോ കട്ടിങ്ങും വരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ത്രികോണങ്ങളെ അതിനകത്തുനിന്ന് എടുത്തെടുത്ത് വരിക. ട്ടോ. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജിനകത്ത് ആകെ ത്രികോണങ്ങളുടെ എണ്ണത്തെ നമുക്ക് 12 എന്ന് എഴുതാനായിട്ട് പറ്റും. പലരും ചോദിക്കാറുണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. ഇക്വേഷൻ ഉണ്ട്. പക്ഷെ അത് വേറെ ചില മോഡൽസിലാണ് കേട്ടോ. അത് ചില പ്രത്യേക പാറ്റേണിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ്. എന്ന് വെച്ചാൽ സെൻട്രൽ നിന്ന് ഒരു പ്രത്യേക ഷേപ്പിലുള്ളതിന് നമ്മൾ സെൻട്രൽ നിന്ന് ലൈൻസ് ഇട്ടാൽ എങ്ങനെ ഇക്വേഷൻ, അതുപോലെ ഒരു പ്രത്യേക ത്രികോണത്തെ നമ്മൾ എങ്ങനെ ഒരേ രീതിയിൽ പാരലൽ ആയിട്ട് ലൈൻസ് ഇട്ട് കട്ട് ചെയ്താൽ എങ്ങനെയാണ് പുതിയ ത്രികോണങ്ങൾ വരുന്നത്, അവരുടെ എണ്ണം എത്ര, അതിനൊക്കെയാണ് ഇക്വേഷൻ. സാധാരണ ഇത്തരത്തിലുള്ള ഇമേജസിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? ഇക്വേഷൻസ് ഉപയോഗിക്കാറില്ല. ഇത് വരച്ച് തന്നെ നോക്കുന്നതാണ് ഏറ്റവും സേഫ്. ഓക്കെ. മറ്റൊരു ചോദ്യം, ദീപക് വാക്സ് 1 kilometer ടുവേർഡ്സ് ഈസ്റ്റ്. Then he turns to south and walks 5 kilometers. Again he turns to east and walks 2 kilometers. After this he turns to north and walks 9 kilometers. Now how far is he from his starting point? ഈ സെൻസ് ഓഫ് ഡയറക്ഷനിൽ നിന്ന് ഒരു ചോദ്യം മസ്റ്റ് ആണ് എന്ന് നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും ഇത് സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ സെൻസ് ഓഫ് ഡയറക്ഷൻ എന്താണ്? സാധാരണ വരച്ചാണ് ചെയ്യാറ്. വരയ്ക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പ്രത്യേകം ക്ലാസ് നമ്മൾ യൂട്യൂബിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരയ്ക്കാതെ തന്നെ ഇതിന്റെ ആൻസറിലേക്ക് പോവാണ്. ദീപക് എന്ത് ചെയ്തു? 1 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു അല്ലെ? കിഴക്ക് ദിശയിലേക്ക് 1 കിലോമീറ്റർ ആര് നടന്നു? ദീപക് നടന്നു. എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു? സൗത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എത്ര ദൂരം നടന്നു? 5 കിലോമീറ്റർ നടന്നു. എന്നിട്ടോ പിന്നെയും ഈസ്റ്റിലേക്കാണ് തിരിഞ്ഞത്. എന്നിട്ടോ 2 കിലോമീറ്റർ നടന്നു. എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു? നോർത്തിലേക്ക് തിരിഞ്ഞു. നോർത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? 9 കിലോമീറ്റർ. ഇത്രയാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പൊ എത്ര അകലത്തിലാണ്? ഇത്തരം ചോദ്യം നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഒരേ ദിശയുണ്ട് എങ്കിൽ അവരെ കൂട്ടി എഴുതുക. ഇവിടെ ഈസ്റ്റ് എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് എഴുതുകയാണ്. 1ഉം 2ഉം, ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 2ഉം കൂടെ ചേർത്ത് മൊത്തം 3 കിലോമീറ്റർ എന്നെടുത്തോ. സൗത്തിന്റെ 5, നോർത്തിന്റെ 9 അല്ലെ? അപ്പൊ നോർത്തിന്റെ 9ൽ നിന്ന് സൗത്തിന്റെ 5 കുറച്ചാൽ ബാക്കി വരുന്നത് നോർത്തിന്റെ 4 അല്ലേ ഉള്ളൂ. അപ്പൊ ഈസ്റ്റിന്റെ 3 എടുക്കുക, നോർത്തിന്റെ 4 എടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരേ ദിശയാണെങ്കിൽ കൂട്ടുക, എതിർദിശയാണെങ്കിൽ കുറയ്ക്കുക. അഡ്ജസന്റ് ആയിട്ടുള്ള ദിശകളാണ്, അടുത്തടുത്ത് വരുന്ന ദിശകളാണെങ്കിൽ അവിടെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കുക. നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റും നോർത്തും അഡ്ജസന്റ് ദിശകളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? √3² + 4² എന്നെടുക്കുന്നു അല്ലെ? 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അതുകൊണ്ട് തന്നെ √25 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 3ഉം 4ഉം വന്നാൽ അടുത്ത ആൻസർ എന്താണ്? 5 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അകലം എത്ര ദൂരത്തിലാണ് എന്ന് ചോദിച്ചാൽ 5 കിലോമീറ്റർ അകലത്തിലാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇത്രേ ഉള്ളൂ. ഇത് ഇമേജ് വരച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എന്തായാലും ഞാൻ ഇമേജ് വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇമേജ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇമേജ് വരച്ചിട്ടും വരയ്ക്കാതെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, എ ക്ലാസ് ഓഫ് ഗേൾസ് സ്റ്റാൻഡ്സ് ഇൻ എ സിംഗിൾ ലൈൻ. ഗേൾസ്, ഒരു ക്ലാസ്സിലുള്ള മുഴുവൻ ഗേൾസും എന്ത് ചെയ്യാണ്? ഒരു ലൈനിലായിട്ട് നിൽക്കുകയാണ്. വൺ ഗേൾ ഈസ്
17th ഇൻ ഓർഡർ ഫ്രം ബോത്ത് ദ എൻഡ്സ്. മുന്നിൽ നിന്ന് നോക്കിയാലും പിന്നിൽ നിന്ന് നോക്കിയാലും ഒരു കുട്ടി എവിടെയാണുള്ളത്? 17ാമത്തെ സ്ഥാനത്താണുള്ളത്. എന്ന് വെച്ചാൽ ആ കുട്ടി എവിടെയാണ്? ലൈനിന്റെ മിഡിലാണ് എന്ന് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ മിഡിൽ നിൽക്കുന്ന കുട്ടിയുടെ സ്ഥാനം ഏതാണ്? മുന്നിൽ നിന്ന് നോക്കിയാലും പിന്നിൽ നിന്ന് നോക്കിയാലും 17ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വരിയിൽ എത്ര ഗേൾസ് ഉണ്ട് എന്നാണ്. ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്, അല്ലെങ്കിൽ ആ വരിയിലെന്നോ ആ ക്ലാസ്സിലെന്നോ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ ഇപ്പൊ മുന്നിൽ നിന്ന് 10ാമത്, പിന്നിൽ നിന്ന് 20ാമത്, ആകെ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ ഇവരെ തമ്മിൽ കൂട്ടിയിട്ട് നമ്മളൊന്ന് ഉറക്കും. അതുപോലെ ഇത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 17 ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എത്ര ഉള്ളൂ? 17ഉം 17ഉം തമ്മിൽ കൂട്ടുക അല്ലേ. ഈ 17ഉം 17ഉം തമ്മിൽ കൂട്ടിയിട്ട് ഒന്ന് ഉറക്കുക. 17ഉം 17ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 34 കിട്ടും. 34ൽ നിന്ന് ഒന്ന് കുറച്ചാൽ 33 എന്നെഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ 17ന്റെ ഇരട്ടി എടുത്തെഴുതുക. 17ന്റെ ഇരട്ടി എത്രയാ? 34. അതിൽ നിന്ന് ഒന്ന് കുറച്ചോളൂ. അപ്പോഴും ഏത് തന്നെ കിട്ടും? 33. കണ്ടോ? ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു വരിയിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 33 കുട്ടികൾ ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കാണും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ് അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി. നമ്മൾ നേരത്തെ നമ്പറിന്റെ ഒരു അനലോഗി ചെയ്ത പോലെ ഇവിടെ വേർഡിന്റെ അനലോഗിയാണ്. ജംഗിൾ സൂ. ജംഗിളിൽ നമ്മൾ കാണുന്നവയെല്ലാം എവിടെയാണ് നമ്മൾ പിന്നെ കാണുന്നത്? സൂയിലാണ്. അതുപോലെ സീയിലുള്ളതെല്ലാം നമ്മൾ എവിടെയാണ് കാണുക? അക്വേറിയത്തിലല്ലേ കാണുന്നത്. അതുകൊണ്ട് അതിനിപ്പോ പറയണോ? വേണ്ട കേട്ടോ. അപ്പൊ ജംഗിൾ സൂ പോലെ തന്നെ സീക്ക് സമാനമായി നമ്മൾ എടുക്കേണ്ടത് അക്വേറിയം. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിരുന്നു. അടുത്തത് 5, 10, 26, 50 ഡാഷ് 170. അവിടെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അവിടെ ഫില്ല് ചെയ്യേണ്ട നമ്പർ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വന്നിരിക്കുന്ന ക്രമം നോക്കുക. 5 എന്ന് പറയുന്ന ആരാ? 4+1 അല്ലേ. അതായത് 4+1 എന്ന് അതിനെ എഴുതണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ വായിക്കാൻ പറ്റണം? 2ന്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതണം അല്ലെ. ആണ്. 10 എങ്ങനെ വന്നു? 9+1 എന്നാണ്. അതിനെ എങ്ങനെ എഴുതുക? 3ന്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതണം അല്ലെ. അടുത്ത് വരുന്ന ആരാണ്? 26 ആണ്. അപ്പൊ അതിനെങ്ങനെ എഴുതുക? 25+1 എന്ന് എഴുതണം. അങ്ങനെ എഴുതാം. 5ന്റെ സ്ക്വയർ പ്ലസ് 1. കണ്ടോ? ആ ഒരു ക്രമത്തിലാണ് വരുന്നത്. അടുത്തത് നോക്കിയേ. അത് കഴിഞ്ഞ് വരുന്നത് 50 ആണ്. 50ൽ എങ്ങനെയാ? 25 കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ എടുത്തിരിക്കുന്നത് 49 അല്ലെ, പ്ലസ് 1. 49 എങ്ങനെയാ? 49 7ന്റെ സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്രമം നിങ്ങൾ ഇനിയെങ്കിലും ഐഡന്റിഫൈ ചെയ്യുക. എന്താ വന്നിരിക്കുന്നത്? 2ന്റെ സ്ക്വയർ പ്ലസ് 1, 3ന്റെ സ്ക്വയർ പ്ലസ് 1, 5ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ അങ്ങനെയാണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയറിൽ നിന്ന് ഓരോന്ന് കുറച്ചിരിക്കുകയാണോ? അല്ല, കൂട്ടിയിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ 2, 3, 5, 7 എന്നിങ്ങനെ അഭാജ്യ സംഖ്യകൾ വന്നിട്ടുണ്ട്. അടുത്തിനി ആരേ വരുള്ളൂ? 11 വരുള്ളൂ. 11ന്റെ സ്ക്വയറിനോട് ഒന്ന് കൂട്ടുക. 11ന്റെ സ്ക്വയർ 121, ഒന്ന് കൂട്ടുമ്പോൾ 122. കണ്ടോ? അപ്പൊ അടുത്ത ആര് വരണം? ശരിയാണോ എന്നറിയാം. 13ന്റെ സ്ക്വയർ വരണം. 13ന്റെ സ്ക്വയർ 169, ഒന്ന് കൂട്ടിയാൽ 170. കറക്റ്റ് ആണോ? ആണ്. ഉറപ്പിക്കാമല്ലോ. ഇവിടെ വേറെ ഒന്നുമില്ല. അഭാജ്യ സംഖ്യകളെ സ്ക്വയർ ചെയ്തു, ഓരോന്ന് കൂട്ടി എഴുതി. ഇവിടെ അവസാനം നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂല് ഏതാ കൂട്ടിയേ? 11ന്റെ സ്ക്വയറിനോട് ഒന്ന് കൂട്ടുകയാണ്. 11ന്റെ സ്ക്വയർ 121, അതിനോട് ഒന്ന് കൂട്ടിയപ്പോൾ 122. ചെയ്യാൻ പറ്റിയില്ലേ? അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം. 237 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽ ടു 23,700. 237 എന്ന സംഖ്യയെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? 23,700 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 237 എന്ന സംഖ്യയെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 23,700 കിട്ടുന്നത്? ഇത് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പൊ ഇത് ഹരണത്തിലേക്ക് മാറുകയാണെങ്കിലോ? ഇതിനെ ഒന്നും നമ്മൾ മാറ്റി എഴുതിയാൽ മതി. 237 ഡിവൈഡഡ് ബൈ എന്തെഴുതിയാൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ പോരെ. 1/100. മനസ്സിലായി? എന്നാലും ഇത് തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഒന്നുകിൽ 237നെ 100 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 237നെ 1/100 കൊണ്ട് ഹരിക്കുക. ശരിയല്ലേ? ഇത് ഹരിക്കുന്നതിന് പകരമാണ് ഇതിനെ നമ്മൾ തിരിച്ചിട്ടിട്ട് 100 കൊണ്ട് ഗുണിക്കുന്നത് അല്ലേ. അപ്പൊ ശരിക്കും ഇവിടെ ഹരിച്ചിരിക്കുന്ന നമ്പർ ആര് എന്ന് ചോദിച്ചാൽ 1/100 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1/100 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.01 എന്ന് എഴുതിക്കൂടെ? ഒന്നിനെ 100 കൊണ്ട് ഹരിച്ചാൽ 2 ദശാംശ സ്ഥാനം വരൂലേ? ഒന്നിനെ 10 കൊണ്ട് ഹരിച്ചാൽ 1 ദശാംശം, 100 കൊണ്ടാണെങ്കിൽ 2 ദശാംശം. കിട്ടിയോ?
ഇപ്പൊ 237നെ 100 കൊണ്ട് ഗുണിച്ചാലാണ് ഇത് കിട്ടുന്നത്. പക്ഷെ അത് ഹരിക്കുക എന്ന ടേമിലേക്ക് മാറുമ്പോൾ 100 എന്നുള്ളത് അതിന്റെ റെസിപ്രോക്കൽ ആവും 1/100 ആവും അല്ലെ. ഇപ്പൊ ഈ 1/100 എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? 0.01 എന്ന് എഴുതുന്നു. 0.01 പറ്റുമോ? പറ്റും. അപ്പൊ ഏതുകൊണ്ടാ ഹരിക്കേണ്ടേ? 0.01. തെറ്റല്ലേ? അടുത്തൊരു ചോദ്യം, വിച്ച് among the following numbers is divisible by 9? 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ അക്കത്തുക എടുത്ത് നോക്കും അല്ലെ. അക്കങ്ങൾ കൂട്ടിയിട്ട് അവസാനം 9 വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ കൂട്ടി നോക്കാം. ആദ്യം നോക്കുമ്പം ഈ 4ഉം 5ഉം നമ്മൾ കളഞ്ഞു. ബാക്കി വരുന്നത് ഇവരുടെ അക്കത്തുക എന്ന് പറയുന്നത് 8ആണ് അല്ലെ. ഇവിടെ വരുമ്പോ എങ്ങനെ എഴുതും? ഇവിടെ നമുക്ക് 7ഉം ഇവിടെ നിന്ന് ഒരു 2ഉം കൊടുത്താൽ 9. ബാക്കി വരുന്നത് 3ഉം 2ഉം 5, 5ഉം 1ഉം 6 എന്ന് കിട്ടും. അക്കത്തുക 6. ദാ ഇവിടേക്ക് വരുമ്പോൾ 5ഉം 4ഉം 9, 1ഉം 8ഉം 9. ഇവിടെ എന്തായാലും 9 വരത്തുള്ളൂ. അപ്പൊ ഈ ഓപ്ഷൻ സിയിൽ മാത്രമേ അക്കങ്ങളെ പരസ്പരം കൂട്ടുമ്പോൾ അവസാനം എവിടെ വന്ന് നിൽക്കൂ? 9ൽ നിൽക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ 9 തുകയായിട്ട് വരുന്ന അക്കങ്ങൾ കൂട്ടി എഴുതുമ്പോൾ അവസാനം 9 ആയിട്ട് വരുന്ന ഒരൊറ്റ ആള് ആരേ ഉള്ളൂ? 5418 ഉള്ളൂ. ഇത് നമ്മൾ എപ്പോഴും ഡിവിസിബിലിറ്റിയെ കുറിച്ച് എപ്പോഴും പറയാറുള്ളതാണ്. 9 ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും ചെയ്യാനും പറ്റും അല്ലെ. അങ്ങനെയാണ് ഈ 20 ചോദ്യങ്ങൾ. വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണ്. ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ നമുക്ക് പരിചിതമല്ലാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ടെൻഷനായി, കുറച്ച് സമയം പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. അവിടെ നമ്മൾ ഈ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് പരീക്ഷാ ഹാളിൽ വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ സമയം അത്രയും പോകും. നമ്മൾ അതിന്റെ പുറകെ ഇരിക്കും അല്ലെ. നമുക്ക് ഒരു കാരണവശാലും ഉത്തരം കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷനിലില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ചെയ്തതിന് തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ പുറകെ ഇരിക്കും. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യും? മറ്റ് ചോദ്യങ്ങളെ അത് ബാധിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പരമാവധി ഒരു ചോദ്യം നമുക്ക് കണക്കിന്റെ അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2 ഏരിയയിൽ നിന്ന് ചോദ്യം വന്നാൽ പരമാവധി നിങ്ങൾ എത്ര തവണ ഒരു ചോദ്യത്തിന് വേണ്ടി മെനക്കെടാവും? 3 തവണയെ മെനക്കെടാവും. 2 തവണ ചെയ്തു നോക്കുക. എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് 3 തവണ അതിലേക്കൂടെ ഒന്നും കൂടെ ഒന്ന് പോവുക. അത്രേ ഉള്ളൂ. അല്ലാതെ 5 തവണ 6 തവണ 10 തവണയൊന്നും ചെയ്ത് വെറുതെ സമയം കളയരുത്. പരമാവധി 3 തവണ, ഏറ്റവും കൂടിയത് കേട്ടോ. അങ്ങനെ കൊടുക്കാവൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വലിയ കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ പ്രത്യേകം മറക്കരുത്, അടുത്ത ഫേസ് പരീക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്നവര് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഫസ്റ്റ് ഫേസുമായിട്ട് കണക്ട് ചെയ്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ അടുത്ത പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റ് ആയിട്ട് തന്നെ പൊക്കോ. അടുത്ത പരീക്ഷ കാത്തിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റട്ടെ. പരീക്ഷ കഴിഞ്ഞവർ അധികം എന്ത് ചെയ്യേണ്ട, എന്താണ് കട്ട് ഓഫിനെ കുറിച്ചും മറ്റൊന്നും ബോധർ ചെയ്യാതെ മെയിൻസിനായിട്ട് തയ്യാറെടുക്കുക. നമ്മൾ നമ്മുടെ റിസൾട്ടിനെ പേടിച്ച്, പ്രിലിംസ് കടക്കുവോ എന്നുള്ള റിസൾട്ടിനെ പേടിച്ച് ടെൻഷനായിട്ട് മെയിൻസ് നോക്കാതിരിക്കുകയും അവസാന നിമിഷം നമുക്ക് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് എഴുതാനുള്ള അവസരം കിട്ടുമ്പം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയ നമ്മുടെ സമയം കാരണം നമുക്ക് ആ അവസരം നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ആരും കുറ്റക്കാരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വേറെ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോവാണ്. നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള മാർക്ക് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ധൈര്യമായിട്ട് മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. പലരും ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കട്ട് ഓഫ് എത്ര വരും, ഞാൻ എത്ര ഉണ്ടെങ്കിൽ പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതിനകത്ത് ഈ 3 ഘട്ടം പരീക്ഷ നടക്കുന്നതുകൊണ്ട് നോർമലൈസേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കട്ട് ഓഫിനെ പറ്റിയൊരു പ്രഡിക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പൊതുവേ ഒരു 50, 45 ആ ഒരു റേഞ്ചിന് മുകളിലേക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മുൻകാലങ്ങളിലെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു പ്രിലിംസിന്റെ കട്ട് ഓഫ് ഏത് രീതിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അപ്പൊ എന്തായാലും അടുത്ത ഘട്ടം പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി പൊക്കോളൂ. എല്ലാവർക്കും ആശംസകൾ. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.